അതിൽ. അപ്പൊ ഞങ്ങള് ഒരു ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഫാദുക്ക ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ കണ്ട്. അപ്പൊ ഞങ്ങളൊരു ടാറ്റ നെക്സോണില് ഫാദുക്കാനെ ചേസ് ചെയ്യാൻ നോക്കി. ഫാദുക്കാടെ വണ്ടി റേഞ്ച് റോഡ് സ്കോർ ചെയ്യാൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങക്ക് കൈതാത്തി ടാറ്റൊക്കെ തന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ല. ഭയങ്കര കയ്യൊതുക്കത്തിൽ ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവറിന് പകരം വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തു നമ്മളും ആവശ്യം നോക്കുന്ന സാധനമൊക്കെ നമ്മള് ട്രെയിലറിലുള്ളത് അച്ഛൻ്റെ കൈ പണ്ട് കൂത്തുറമ്പ് സ്റ്റാൻഡിൽ നിന്ന് ഒരാള് നോക്കിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കലാരംഗത്ത് വരും, 3 കാര്യങ്ങൾ ചെയ്യും, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ അച്ഛൻ ഞങ്ങളെ പുച്ഛിച്ചിട്ട് പോകുന്നതാണ്. കഴിവുള്ള 2 മക്കളുണ്ടാവും. ഉറങ്ങല്ലേ അതിൽ ഒരു മണ്ടനായിരിക്കും. അതാണ് 3 കാര്യം. എൻ്റെ പേര് ഗൗരി. അപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ എന്ന നിലയിൽ സാറിന് നെഗറ്റീവ് റോള് ചെയ്യുന്നതാണോ അതോ ഒരു ഹീറോയിക് റോള് ചെയ്യുന്നതാണോ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? പൈസ കൂടുതൽ കിട്ടുന്ന ഇപ്പോ ഇങ്ങനൊരു പ്രണയിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പെൺകുട്ടികളിൽ ആരെ പ്രണയിക്കും? ആരോട് പ്രണയം തോന്നും? ഇപ്പോൾ എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരെ സെലക്ട് ചെയ്യും? ഒന്നേ പറ്റുള്ളൂ. നമസ്കാരം, ഞാൻ ധ്യാൻ ശ്രീനിവാസനാണ്. മമ്മൂട്ടി ഓർ മോഹൻലാൽ? ധ്യാന്റെ ഫേവറേറ്റ് ആരാ? അപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടുപേരും 2 സമയത്ത് 2 രീതിയിൽ ഇഷ്ടമാവുന്നുണ്ട്. കാരണം ഞാൻ കുറേ കാലം മമ്മൂട്ടി ഫാനായിരുന്നു, കുറേ കാലം ഞാൻ മോഹൻലാൽ ഫാൻ. ഭയങ്കര ഡിപ്ലോമസി അല്ലേ? അല്ല, അത് ഡിപ്ലോമസി അല്ല, ഞാൻ പൃഥ്വിരാജ് ഫാനാണ്. ഒരു ലോലിപോപ്പ് ഒരു കുട്ടി ഒരു കാട്ടിൽ അകപ്പെട്ടു. അപ്പൊ ആ കുട്ടീന്റെ കയ്യില് ലോലിപോപ്പ് ഉണ്ട്. ആ കുട്ടി എങ്ങനെ പുറത്തിറങ്ങും? കാട്ടുന്നു ലോലിപോപ്പ് കഴിച്ചോണ്ട് പുറത്തിറങ്ങും. കുസൃതി ചോദ്യമാണല്ലേ? ആരും പറയരുത്, കുട്ടികളുടെ മനസ്സിൽ വെക്കണം. മനസ്സിൽ വെക്കാം. ഞാനും പറയുന്നില്ല, എന്റെ മനസ്സിലുണ്ട്. നമ്മളെല്ലാ ഫ്രണ്ട്സും നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോകും. നമ്മളല്ലാണ്ട് നമ്മള് വർഷങ്ങളെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അടുത്ത വരാൻ പോകുന്ന ബേസിലെ കൊണ്ടുകൂടമായിരിക്കും. നമുക്ക് റിലീസ് ഈ ബ്രോഡാഡിയിലൊക്കെ ഈ മകൻ തന്നെ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ഒന്ന് പോടാ, ഇതൊക്കെ മതി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. കേമോ ആയി അവന്റെ അടുത്തോ? എന്റെ പൊന്നു ദൈവം, എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ നോക്കി ചെയ്തിട്ട് മോണിറ്റർ നോക്കി ചെയ്തിട്ട് ഓക്കെ കളിക്കുന്നു. ആ അമ്മച്ചിക്ക് ഭാവിയുണ്ട് കേട്ടോ. അവൻ പറഞ്ഞ ഭാര്യ വച്ചു. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു പ്രൈം ടൈമിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് ഒരു സിനിമ സക്സസ് ആവുന്നത് എപ്പോഴാണ്? സിനിമകൾ ഇറങ്ങിയെങ്കിലും ധ്യാന്റെ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ റീച്ച് ഇല്ലല്ലോ. ഉണ്ണിമുകുന്ദൻ മനസ്സിൽ വളരെ റൊമാൻറ്റിക് ആണ്. ഒരു പരിധി വരെ. പക്ഷെ പുറത്ത് കാണിക്കല്ലെന്നേ ഉള്ളൂ. പുറത്ത് അങ്ങനെ കാണിക്കാറില്ല, കാണിക്കാൻ ആളില്ല. എനിക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. അത് yes or no ആവണോ, അത് വലിച്ചു നീട്ടണോ? സിബിൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? വലിച്ചു നീട്ടണമോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ്.
എനിക്കാണ് എന്റെ Yes or no ആയിട്ടാണ് ഉത്തരം വേണ്ടത്. ആ, അത് പറയാൻ സൗകര്യമില്ല. ഞാൻ ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത്, ചോദ്യങ്ങൾ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് ചോദിക്കാം. ഉത്തരം എങ്ങനെ വേണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. നിങ്ങളുടെ ചോദ്യം yes or no ആണ്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഉത്തരം വേണ്ടതെങ്കിൽ പറയാൻ എനിക്ക് സൗകര്യമില്ല. മ്യൂസിക് പിഷാരടിക്ക് പറ്റിയ പരിപാടി എന്തായിരിക്കും ഈ ശബ്ദം കൊണ്ട്? പിഷാരടിക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നത് നാളെയാണ് ബംഗാൾ ഭൂട്ടാൻ നറുക്കെടുപ്പ്. ഞാൻ അത്രക്ക് സ്പീഡില്ല ചേട്ടാ. ആ ചേട്ടൻ ഇപ്പൊ ചെയ്തപ്പോ നല്ല സാമ്യത തോന്നുന്നുണ്ട്. If you think you're bad, I am your dad. പിന്നെ ഓണം ഒക്കെ ആണ്. പറഞ്ഞു വിഷു എന്ന് പറഞ്ഞ് പൂക്കളിട്ടിരിക്കുവായിരുന്നു. എനിക്ക് ഉമറിനെ മനസ്സിലാക്കാൻ, ഉമർ ഈ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കാതെ ഉമർ ഇതുവരെ അടങ്ങിയിരുന്നിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഹൈദരാബാദിനൊക്കെ പറ്റി എന്തൊക്കെയാ പറയണേ കേട്ടോ അമ്മോ. അങ്ങനെ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് പറയുന്നത് കേട്ടാ ഞാൻ ഇന്റർവ്യൂവിന് തന്നെ വരില്ല. പിന്നെ ഷൈൻ്റെ ഒരു കമന്റ് എനിക്ക് പേഴ്സണലി വിയോജിപ്പുള്ള ഒരു കമന്റ് ഷൈൻ റീസെന്റ് ഏതാണ് ഞാൻ പറഞ്ഞ കമന്റ് എന്ന് ആദ്യം പറയണം. അതായത് സ്ത്രീകള് സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പൊ ഷൈൻ അതിന്റെ ഇടയിൽ പറഞ്ഞു അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾ ആ സാധനം കറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ലെന്നാണ് അവര് ചോദിച്ച ചോദ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ പ്രശ്നം തീരാൻ സ്ത്രീകൾ സംവിധായകരായി കഴിഞ്ഞാൽ പറ്റുമെന്ന്. അതിന് ഞാൻ എന്താ പറഞ്ഞു, പറ്റില്ല. സ്ത്രീകളുടെ പ്രശ്നം തീരാൻ സ്ത്രീ സംവിധായകർ വരുന്നതുകൊണ്ട് മാറ്റം വരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മയും മരുവോളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് ഭയങ്കര ഫുഡി ടൈപ്പ് ആണോ അതോ എന്നെ കണ്ടിട്ട് തോന്നുന്നു നല്ല ഫുഡി ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ? അതുപോലെ ഇപ്പം ഇന്റർവ്യൂസിലെ ഫൺ മൊമെന്റ്സ് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതായത് 5 വർഷം മുന്നേ അല്ലെങ്കിൽ 3 വർഷം മുന്നത്തെ ഷൈൻ്റെ ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ ഷൈൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ കാണുന്ന ഷൈൻ വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ പേഴ്സണലി അത് പറയും. കാരണം ഞാൻ ഷൈനെ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഇത്രയും വോക്കൽ അല്ല, വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു ഷൈനാണ്. പക്ഷെ റീസെന്റ് ഞാൻ കാണുന്ന ഇന്റർവ്യൂസിലെല്ലാം വളരെ വോക്കലായി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഷൈൻ. അതെങ്ങനെയാണ് ഡിഫറൻസ് വന്നത്? അതോ അത് ഷൈൻ ആക്ട് ചെയ്തതാണോ എന്നാണ് ചോദിച്ചത്. 1 വയസ്സുള്ള കൊച്ച് എത്ര സംസാരിക്കും? 5 വയസ്സുള്ള കൊച്ച് എത്ര വയസ്സ് സംസാരിക്കും?